ചേച്ചി ചായ. ആ ചേച്ചി വന്ന കാര്യം ഞാൻ അറിഞ്ഞു, അതാ ചായ എടുത്തത്. നല്ല ചായ. അല്ല പൂർണിമ, ചാനലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആ ചില ടെക്നിക്കൽ ഫോൾട്ട് സംഭവിച്ചതാ. എന്തായാലും വലിയ നാണക്കേടായിപ്പോയി. നിങ്ങളുടെ ബന്ധുക്കളല്ലേ കള്ളവാർത്ത കൊടുത്തതെന്നും പറഞ്ഞ് ഞങ്ങളെ പോലും ആൾക്കാർ കളിയാക്കുക. അതെ, സത്യം പറഞ്ഞ ആ പ്രശ്നം നടന്നതീ പിന്നെ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. അല്ല, വെറുതെ ആൾക്കാരുടെ കളിയാക്കല് കേക്കണ്ടല്ലോ. ചാനലിൽ ന്യൂസുകളൊക്കെ വരുന്നതിന് പിന്നിൽ എത്രയൊക്കെ ആളുകളുള്ളതാ. അതിന് പൂർണിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റിപ്പോർട്ടറിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തെറ്റ് പറ്റിയപ്പോ അത് ഏറ്റെടുത്ത് മോള് മാപ്പ് പറഞ്ഞില്ലേ? അത് വലിയൊരു കാര്യാ. ഇന്നത്തെ കാലത്ത് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. സത്യത്തിൽ അത് കണ്ടപ്പോ എനിക്ക് അഭിമാനം തോന്നി. താങ്ക് യു മുത്തശ്ശി. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടോ മറ്റുള്ളവരെ പഴിചാരിയിട്ടോ എന്താ കാര്യമുള്ളത്? തെറ്റ് തിരുത്തണം, അത് ആവർത്തിക്കാതെ നോക്കണം. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതെ. ദുർഗേന്താ മിണ്ടാതെ നിൽക്കുന്നേ? കാർഡ്സ് നോക്കിയിട്ടൊരു അഭിപ്രായം പറ. എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇതില് തീരുമാനം പറയേണ്ടത് അഷിയല്ലേ? ആ അതെ, അതുകൊണ്ടാ ഞാൻ വൈകിപ്പിക്കാതെ മോഡല് കിട്ടിയപ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നന്നായിട്ടുണ്ട്, എനിക്കെല്ലാം ഇഷ്ടായി. ആഹാ. പിന്നെ പൃഥ്വിക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും സെലക്ട് ചെയ്തോളൂ. അല്ല, പൃഥ്വി എന്താ വരാത്തെ? പൃഥ്വി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കായിരുന്നു. അവൻ 1-2 എമർജൻസി വർക്ക് ഉണ്ടായിരുന്നു, അതാ വരാത്തെ. ഞാൻ കരുതി പൃഥ്വിയും കൂടി വരുമെന്ന്. ഓ, പെണ്ണിന്റെ ഒരു സങ്കടം കണ്ടില്ലേ? വിഷമിക്കണ്ട, കല്യാണം കഴിഞ്ഞ പിന്നെ 2 പേര് എപ്പോഴും ഒരുമിച്ചല്ലേ. വിവാഹത്തിന്റെ ഓരോ കാര്യത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മടി കൂടാതെ പറയണം. തീർച്ചയായിട്ടും. ഹലോ, മേനോൻ സാർ വിളിച്ചിരുന്നു. നിന്റെ കാര്യത്തിൽ സാർ വളരെ ഡിസപ്പോയിന്റഡാ. അതെന്താ? നിന്നെ ഏൽപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നീ മര്യാദക്ക് ചെയ്യുന്നുണ്ടോ? നിന്നെ ഏൽപ്പിച്ച ബിസിനസിന്റെ അവസ്ഥ എന്താ? വന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അവസ്ഥയിലായി. നിന്റെ ഏരിയയിൽ എത്ര ആൾക്കാർ മരുന്ന് വിൽക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ഞാൻ നോക്കാൻ ഡീലേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഉടനെ നിന്റെ ഉത്തരവാദിത്വം തീരുവോ? എടാ, ആ ഡീലർമാര് ശരിക്കും ജോലി എടുക്കുന്നുണ്ടോ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. മരുന്നെടുത്ത് ഡെത്തായാലും ആര് സമാധാനം പറയും? സിൻഡിക്കേറ്റിൽ മേനോ സാർ ആൻസർ ചെയ്യണ്ടേ? ഞാൻ ശ്രദ്ധിക്കാം. വേണ്ട, തെറ്റ് കാണിച്ച ഡീലർമാരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. ദേ, മറ്റൊരു ജോലി ഏൽപ്പിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താ ഇത്? ഔട്ടർ സിറ്റിയിലെ 2 കോളേജുകളിൽ നീ സപ്ലൈ തുടങ്ങണം. ഔട്ടർ? ഞാനോ? അതെ, നീ തന്നെ. ഇതൊന്നും എന്റെ ജോലിയൊന്നുമല്ല. വെറുതെ എന്നെ ഓരോന്നും നിർബന്ധിക്കരുത്. നിർബന്ധിക്കുന്നില്ല, ആജ്ഞാപിക്കുന്നതേ ഉള്ളൂ. അത് നീ അനുസരിച്ചേ പറ്റൂ, അല്ലാതെ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവിടെ പുതിയ ഡീലറെ വെക്കുന്നത് വരെ എല്ലാം നീ നേരിട്ട് തന്നെ ചെയ്യണം. ചേട്ടാ, ഇത് അയാൾ തോന്നുന്നു, നോക്കിയേ. ചേട്ടാ, അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. നമുക്ക് അവന് കിട്ടിയേ പറ്റൂ. നിങ്ങൾ വേഗം വാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.
സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ട്. കുറച്ച് കുറവുണ്ട്. ഇപ്പൊ തരാം. വാ വാ വാ. പിടിക്ക പിടിച്ച് പിടിച്ച്. ഓരോന്ന് അറിയാനും പറ്റുന്നില്ലല്ലോ. ശ്ശെ, ഈ പൃഥ്വി എന്താ ഫോൺ എടുക്കാത്തെ? എവിടുന്ന് വരുന്നു ഇമ്മാര്? അവരെവിടെ പിടിക്കേ പിടിക്കേ. ഏയ് വാടാ. നിങ്ങളാ